മറ്റു വാർത്തകൾ. ലഹരിക്കെതിരെ മുസ്ലിം യുവജന സംഘടനയായ ISM 100 കേന്ദ്രങ്ങളിൽ യുവജന ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംവാദവും ഇഫ്താർ സംഗമവും കോഴിക്കോട് നടന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനം വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലഹരിക്കെതിരെ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പൊതുസമൂഹം പൊരുതണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് മുസ്ലിംകൾ മാത്രമല്ല, കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു വലിയ, ഇന്ന് നമ്മളൊക്കെ വേറെ ആശങ്കയും ഭീതിയോടും കൂടി കാണുന്ന ഒരു വിഷയം അത് ഡ്രഗ് അബ്യൂസ് തന്നെയാണ്. ഇതിനെതിരെ ആര് പ്രതിഷേധിച്ചാലും, ഇതിനെതിരെ ആര് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ ഒരു വിപത്തിനെതിരെ പോരാടിയാലും അവരെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ മുസ്ലിം യൂത്തിലേക്ക് ആരെങ്കിലും നിൽക്കുന്നവരെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നമുക്കൊക്കെ ഒരുമിച്ച് നിർത്താം. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സംസ്ഥാന വ്യാപകമായി ISM ലഹരി വിരുദ്ധ പ്രചാരണം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. ലഹരി വ്യാപിക്കുന്നത് തടയാൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറെ വിഭാഗം ആളുകളെ വിളിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാൻ സഹായം ആവശ്യപ്പെട്ടിരുന്നു. വ്യാപാരികളെയും വ്യവസായികളെയും മതാധ്യക്ഷന്മാരെയും അതുപോലെ സ്കൂൾ അധ്യാപകരെയും അയൽക്കൂട്ടങ്ങളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിരുന്നു. ഇത്തവണയും ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ ഭരണപക്ഷത്തുള്ള അംഗങ്ങളും പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും ഒക്കെ നമ്മുടെ നാടിന്റെ ആവശ്യമെന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ ഒന്നിച്ചുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതും ശുഭോദരകമായ ഒരു കാര്യമാണ്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി. ലഹരി വിരുദ്ധ സംവാദത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VT നിഹാൽ, കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR, മറ്റ് സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നു നടന്നു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.